കണ്ണമാലിയിൽ വലിയ ജനകീയ പ്രതിഷേധമാണ് നടക്കുന്നത്. കടലേറ്റത്തിന് ശാശ്വത പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. രാവിലെ മുതൽ തീരദേശപാത ഉപരോധിക്കുകയാണ്. പ്രവർത്തകർ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിലാണ് ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശ പാത ഉപരോധിക്കുന്നത്. രാവിലെ 6-ന് ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുന്നു. ചെല്ലാനം മുതൽ പുതിയതോട് വരെ 7 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ ടെട്രാപോഡ് ഉള്ളത്. ഇതിനുശേഷമുള്ള കണ്ണമാലി ചെറിയക്കടവ് പ്രദേശങ്ങളിലും ടെട്രാപോഡ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം. എല്ലാ വർഷവും ഇവിടെ വന്ന് സമരം ചെയ്യും. വാഗ്ദാനങ്ങൾ കിട്ടും. ഓരോ മാസവും നവംബർ മാസത്തിൽ റെഡിയാക്കും, അല്ലെങ്കിൽ മറ്റു മാസങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഓരോ മാസവും റെഡിയാക്കും എന്ന് പറയുന്നതല്ലാതെ ഒരു വിധത്തിലും ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. കടലിളകിയാൽ മതി, അപ്പൊ തന്നെ എല്ലാ വീടുകളും വെള്ളം കയറി. ഇവിടെ തീരത്ത് മുഴുവനും, തീരത്തില്ല, ഈ പുത്തൻതോട് മുതൽ ഇങ്ങോട്ട് കംപ്ലീറ്റ് എല്ലാ വീടുകളിലും വെള്ളം കയറ്റും എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുഞ്ഞുങ്ങളോട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും ഞങ്ങളുടെ അതിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണമാലിയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആരും സമീപിച്ചില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനനുസരിച്ച് അവരാരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് നടപടിയെടുക്കും. തീരദേശപാത ഉപരോധിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പോലീസ് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സമരക്കാർ തയ്യാറായിട്ടില്ല. 24 കൊച്ചി.